നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 218 218. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 6 ശ്ലോകം 34. 40 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ ഇനി ഈ 34 മുതൽക്ക് 6 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ശ്ലോകം 34. ഏതേ വർണ്ണാ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാ ആത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിഃ. ഏതേ വർണ്ണാ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാ ആത്മവിശുദ്ധ്യർത്ഥം യജ്ഞാതാ സഹവൃത്തിഭിഃ. അതിൻ്റെ വാക്കാർത്ഥം വരാം. ഈ വർണ്ണങ്ങൾ, ചാതുർവർണ്ണങ്ങൾ, തങ്ങളുടെ ഗുരുവായ ഹരിയെ അന്ധകരണ വിശുദ്ധിക്കായിക്കൊണ്ട് ശ്രദ്ധയോടുകൂടെ സ്വധർമ്മത്താൽ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. വൃത്തികളോടുകൂടെ, അതായത് പ്രവൃത്തികളോടുകൂടെ യാതൊരുവനിൽ നിന്നുണ്ടായി. അതങ്ങനെയാണ് അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അങ്ങനെ കിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ഈ 4 വർണ്ണങ്ങൾ അവരുടെ വൃത്തികളോടുകൂടെ യാതൊരുവനിൽ നിന്ന് ജനിച്ചുവോ. അപ്പോൾ നമ്മൾ എവിടുന്നാണ് ജനിച്ചിരുന്നത്? ഭഗവാനിൽ നിന്ന്. അതറിയണില്ല നമ്മൾക്ക്. ഭഗവാനിൽ നിന്നാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ പോയി ചേരണം? ഭഗവാനിൽ ചേരണം. അതിന് ഐശ്വര്യം ഉണ്ടാവണമെന്ന് വിചാരിക്കല്ല വേണ്ടത്. ഐശ്വര്യം നശിക്കണം, എന്നാലല്ലേ ചേരാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കൂ. ശരിയായ ഐശ്വര്യം എന്താ? സമ്പത്താണോ? അല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണത് എന്തിനാ? സമ്പത്ത് ഉണ്ടാവാനാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഒരു കാലത്ത് ഞാനൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. എന്താ? വിദ്യ ധനം ആണ്. ഭാഗവതാണ് എൻ്റെ ധനം. ഭഗവത് ചിന്തകളാണ് എൻ്റെ ചെക്കുകൾ. അത് ഞാൻ കോടിക്കണക്കിനാണ് മാറ്റണത്. അതെ. കാരണം എനിക്ക് വലിയൊരു ബേസ് കിട്ടി. 1995 കർക്കിടക മാസം കഴിയണ ദിവസം IIT പോവായ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു പത്മാവതി ക്ഷേത്രമുണ്ട്. എൻ്റെ ഗുരുനാഥൻ രാമായണ പട്ടാഭിഷേകം കഴിഞ്ഞ് ഭയങ്കര ആവേശത്തോടു കൂടി പറയുണ്ടായി, പട്ടാമ്പിയുടെ ലൗകിക ബാങ്കിൽ എന്താ ഡിപ്പോസിറ്റ് എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ബോധവാനുമല്ല. എനിക്ക് ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആധ്യാത്മിക ഡിപ്പോസിറ്റ് എത്രയുണ്ട് അതൊക്കെ എനിക്ക് തരാമെന്ന് ഞാനിതാ രാജഗോപാലിന്, എൻ്റെ വത്സല ശിഷ്യനാണ് അദ്ദേഹം പറഞ്ഞത്. വത്സല ശിഷ്യന് ഞാൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്ക് വലിയൊരു ക്യാപിറ്റലുണ്ട്. എന്താ ക്യാപിറ്റൽ? എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുത്വം. അതുകൊണ്ടാണ് ഞാൻ ധനവാനായിട്ടുള്ളത്. അപ്പോൾ ഈ SSLC തോറ്റ സബ്ജക്റ്റ് എഴുതി പാസ്സായ ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലിയും കിട്ടി. കാരണം കയ്യിലിരിപ്പ് മുഴുവൻ ഈശ്വരീയതയാണ്. അതുമാത്രമേ ഉള്ളൂ, അത് മതി. എന്നാൽ ഒന്നുകൂടിയും പറയണം, എൻ്റെ കുട്ടികൾ 2 IIT ബോംബെ PhD കഴിഞ്ഞവരാണ്. കാരണം എന്താ? ഈശ്വരൻ പറഞ്ഞു, നനക്കെന്തിനാ വിദ്യാഭ്യാസം? നനക്കുള്ളത് നല്ല ഗുരുനാഥൻ തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം.
എന്നാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അത് ഞാൻ തരാം. ഓ ആയിക്കോട്ടെ. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ 4 വർണ്ണങ്ങൾ അവരുടെ വൃത്തികളോടുകൂടെ യാതൊരുവനിൽ നിന്ന് ജനിച്ചുവോ അവരുടെ പാലകനും ജനകനും ഹിതോപദേഷ്ടാവുമായിരിക്കുന്ന ഭഗവാനെ. എൻ്റെയും നിങ്ങളുടെയും പാലകനാരാ? ഈശ്വരനാണ്. എൻ്റെയും നിങ്ങളുടെയും ജനകനാരാണ്? ഈശ്വരനാണ്. നമ്മുടെ ഹിതോപദേഷ്ടാവാരാണ്? വക്കീലൊന്നുമല്ല, ഭഗവാനാണ്. നമ്മുടെ ഹിതം അതാണ്. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ആദർശ പ്രാർത്ഥനയാണ്. എത്ര ആൾക്ക് അറിയുന്ന എനിക്കറിയില്ല. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. എന്ത് കിട്ടിയാൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് അനാദികാലം മുതൽക്ക് എൻ്റെ മൈത്രീഭാവത്തിലിരിക്കുന്ന ആളാണ്. ഞാൻ ചേരയായിട്ടും പാമ്പായിട്ടും വൃക്ഷലതാദികളായിട്ടും ആളായിട്ടും കോഴിയായിട്ടും മാനായിട്ടും എന്ന് വേണ്ട 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ ഞാൻ പലതും ആയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ അങ്ങ് ഒപ്പുണ്ട്. ആരായിട്ട്? ആത്മാവായിട്ട്. അപ്പോൾ അങ്ങയ്ക്കറിയും എനിക്ക് എന്ത് കിട്ടിയാലാണ് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ളത് തരുമെന്നാണ്. അതേ കിട്ടുള്ളൂ. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടില്ല. കൊതിച്ചതോ വിധിച്ചതേ കിട്ടുള്ളൂ. കൊതിച്ചത് കിട്ടില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കിയ പിന്നെ എന്താ പ്രശ്നം? അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ അപ്പം ഹിതോപദേഷ്ടാവുമായിരിക്കുന്ന ഭഗവാനെ ശ്രദ്ധയോടുകൂടെ അവരുടെ ജന്മസിദ്ധങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് സ്വാന്തക്കരണ പരിശുദ്ധിക്ക് വേണ്ടി ആരാധിക്കുന്നു. സ്വന്തം അന്തക്കരണ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആരാധിക്കേണ്ടത്. അല്ലാതെ കണ്ട് മലമറയ്ക്കണം അല്ല, മലമറയ്ക്കണ്ട. പരമേശ്വരമുണ്ടോ? സ്വ അന്തക്കരണ പരിശുദ്ധിക്ക് വേണ്ടി, മുമുക്ഷുത്വ പ്രാപിക്കാൻ വേണ്ടി. ഇതാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഏതൊരാൾ ഇതിന് എഗെയിൻസ്റ്റായിട്ട് പറയണോ അവരൊക്കെ ഭാഗവതം വിറ്റ് തിന്നുന്ന ആൾക്കാരാണ്. ഭാഗവതം സപ്താഹത്തിന് എക്സെപ്റ്റ് മോക്ഷം വേറൊന്നും പറയാൻ പാടില്ല. മോക്ഷേശ്വക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതം. അടുത്ത ശ്ലോകം 35. ഏതൽ ക്ഷത്തർ ഭഗവതോ ദൈവകർമാത്മരൂപിണ ക ശ്രദ്ധദ്യാതുപാകർത്തും യോഗമായാ ബലോദയം. ഏതൽ ക്ഷത്തർ ഭഗവതോ ദൈവകർമാത്മരൂപിണാം ക ശ്രദ്ധദാതുപാകർത്തും യോഗമായാ ബലോദയം. ഹേ വിദുരാം, ദൈവമായ ആരബട ദൈവം കാലം. ഇത് എത്ര ആൾക്ക് ഇഷ്ടാവും? ഈ കാലമാണ് ദൈവം എന്ന് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം പറയുമ്പോൾ നിങ്ങൾ 11 മണിക്ക് പന്തീരടി പൂജ കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃഷ്ണനെ പറ്റി ഇങ്ങനെ വാചാലനാവുക? ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാനെ എങ്ങനെ സജ്ജമാക്കിയിട്ടുണ്ട്? ഭഗവാൻ ആരാ? ആലോചിച്ച് നോക്കണം. ഭഗവാൻ നിരാകാരനാണ്. ഇവിടെ കാലം എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? ഭാഗവതത്തിലുള്ളതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ കാലം കർമ്മമായ എന്ന് പറയുന്നത് അദൃഷ്ടം എന്നാണ്. ദൃഷ്ടമല്ലാത്തത്, ഇല്ലാത്തത് എന്നല്ല അർത്ഥം പറയാം. ഉള്ളതാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ആത്മാവായ സ്വഭാവം ഇവയുടെ സ്വരൂപഭൂതനായ ഭഗവാന്റെ ഈ യോഗമായ ബലോദയത്തെ മുഴുവനും വർണ്ണിപ്പാനായിക്കൊണ്ട് ഏതൊരുവൻ ശ്രദ്ധിക്കും. ഇതാണ് എൻ്റെ വാക്കാർത്ഥം. ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് കുറേ കൂടി ഐഡിയ കിട്ടും. അല്ലയോ വിതുര, മൈത്രേയർ സംവാദമാണ്. അല്ലയോ വിതുര,
കാലകർമ്മ സ്വഭാവരൂപനായ കാലകർമ്മസ്വഭാവം, ഏത് കാലത്ത് എന്ത് കർമ്മം നമ്മൾ ചെയ്യണു, കാലവും ഭഗവാനാണ്, ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങളും ഭഗവാനാണ്. അപ്പോൾ കാലകർമ്മ സ്വഭാവസ്വരൂപനായ ഭഗവാന്റെ യോഗമായയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രഭാവ അതിശയത്തെ മുഴുവനും വർണ്ണിക്കുവാനായിക്കൊണ്ട് ആര് ശ്രമിക്കും? ശ്രമം പോലും സാധ്യമല്ലാത്ത സ്ഥിതിക്ക് ശ്രമിക്കാനും കൂടി പറ്റില്ലേ, എന്നിട്ട് വേണ്ട മുഴുവൻ പറയാൻ. അപ്പോൾ ശ്രമം പോലും സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വർണ്ണനം സാധ്യമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. വർണ്ണിക്കേണ്ട കാര്യം പോട്ടെ, ശ്രമിക്കാൻ കൂടി സാധിക്കണില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏകദേശമായിട്ട് അവിടെ പറഞ്ഞുവെന്ന് സാരം, ഒരു ജനറൽ ആയിട്ട് പറഞ്ഞു ഒപ്പിച്ചു. 36ാമത്തെ ശ്ലോകം. അധാഭികീർത്തയാം അംഗ യഥാമതി യഥാസുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തൃം ഗിരമന്യാഭിദാസതീം. അധാഭികീർത്തയാം അംഗ യഥാം അതി യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തും ഗിരം അന്യാഭിദാസതി. എങ്കിലും പൂജ്യ അന്യവിഷയ വ്യവഹാരത്തിനാൽ അശുദ്ധമായ അന്യവിഷയ, അതായത് ഭാഗവതമല്ലാത്ത ഒരു കാര്യം നന്നാവില്ല, അശുദ്ധി തരുള്ളത്. എൻ്റെ വാണിയെ, എൻ്റെ വാക്കുകളെ പരിശുദ്ധയാക്കുവാനായിക്കൊണ്ട് ഹരിയുടെ കീർത്തിയെ കേട്ടതിനെ അനുസരിച്ചും ബുദ്ധിശക്തിയെ അനുസരിച്ചും കീർത്തിക്കുന്നേൻ. അല്ലേ, അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും ഇൻ്റലിജൻസിന് പാരാമീറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ പൂജ്യാം, ഹരികീർത്തിയെ സമ്പൂർണമായിട്ട് പറയുവാൻ ആർക്കും സാധിക്കുന്നതല്ലെങ്കിലും എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ ശ്രവിച്ചതിനെ അനുസരിച്ചും എൻ്റെ ബുദ്ധിശക്തിയെ അനുസരിച്ചും കീർത്തനം ചെയ്യുന്നത്. എനിക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുഖ്യോദ്ദേശം അന്യവിഷയങ്ങളെ പറയുന്നത് കൊണ്ട് വാക്കിന് സംഭവിക്കുന്നതായ അശുദ്ധിയെ പരിഹരിച്ച് പരിശുദ്ധമാക്കാമല്ലോ എന്നുള്ള വിചാരമാകുന്നു. അപ്പോൾ അന്യവിഷയങ്ങൾ സംസാരിച്ചിട്ട് സമയം കളയാൻ പാടില്ല. 37ാമത്തെ ശ്ലോകം. ഏകാന്തലാഭം വജസോനുപുംസാം ശുശ്ലോകമൗലേർഗുണവാദമാഹു ശ്രുതേശ വിദ്യൽഭിരുപാകൃതായാം കഥാസുതായാം ഉപസംപ്രയോഗം. ഏകാന്തലാഭം വജസോനുപുംസാം ശുശ്ലോകമൗലേർഗുണവാദമാഹു ശ്രുതേശ്ച വിദ്യൽഭിരുപാകൃതായാം കഥാസുതായാം ഉപസംപ്രയോഗം. എന്താണ് പറയുക വാക്കാർത്ഥം? പുമാന്മാരുടെ, ശ്രീമാന്മാരുടെ വാക്കിൻ്റെയും ശ്രുതിയുടെയും മുഖ്യമായ പ്രയോജനം കീർത്തനീയന്മാരിൽ വെച്ച ഉത്കൃഷ്ടനായ ഹരിയുടെ ഗുണവാദം, ഗുണകീർത്തനവും വിദ്വാൻമാരാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന കഥാമൃതത്തിൽ സമർപ്പണവുമാകുന്നുവെന്ന് പറയുന്നു. നമ്മളെ അവരവരെ സ്വയം ഭഗവാന് സമർപ്പിക്കാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. മനുഷ്യർക്ക് സംസാരിപ്പാൻ ശക്തി സിദ്ധിച്ചിരിക്കുന്നതിൻ്റെ പരമപ്രയോജനം പുണ്യകീർത്തിയായിരിക്കുന്ന ശ്രീഹരിയുടെ ഭക്തവത്സല്യാദി ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നതും ശ്രോത്രേന്ദ്രിയം സിദ്ധിച്ചിരിക്കുന്നതിൻ്റെ മുഖ്യഫലം അറിവുള്ളവർ വർണ്ണിച്ചിരിക്കുന്ന ശ്രീഹരികഥാമൃതത്തെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതുമാണെന്ന്. അല്ലാണ്ട് നോവലും ചെറുകഥയും വായിക്കാനുള്ളതല്ല മനുഷ്യൻ. ആരുടെ ജീവചരിത്രം പഠിക്കേണ്ടത്? ഭഗവാന്റെ ജീവചരിത്രം പഠിക്കൂ. അല്ലാണ്ട് മായയ്ക്ക് അധീനന്മാരായിട്ടുള്ള മനുഷ്യന്മാരുടെ
ജീവിത ചരിത്രം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ശ്രോത്രേന്ദ്രിയം സിദ്ധിച്ചിരിക്കുന്നതിൻ്റെ മുഖ്യഫലം അറിവുള്ളവർ വർണ്ണിച്ചിരിക്കുന്ന ശ്രീഹരികഥാമൃതത്തെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതുമാണെന്ന് തത്വജ്ഞന്മാരായ മഹാന്മാർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും ഈ ജ്ഞാനപീഠം അവാർഡ്, എഴുത്തച്ഛൻ അവാർഡൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടത്? ഭാഗവത കഥകൾ സ്പ്രെഡ് ചെയ്യണ ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. ഭാഗവത കഥ. കാരണം സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മതേതരത്തിനെന്ന് പറഞ്ഞുകൊണ്ടായില്ല. പരമർഷമുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ചുട്ടാൽ ഞാൻ ആളല്ല. അപ്പോൾ അടുത്ത ശ്ലോകം 38. ആത്മനോ അവസിതോ വത്സ മഹിമ കവിനാദിനാം സംവത്സര സഹസ്രാന്തേ ധിയാ യോഗ വിഭക്വയാം. ആത്മനോ അവസിതോ വത്സ മഹിമ കവിനാദിനാ സംവത്സര സഹസ്രാന്തേ ധിയാ യോഗ വിഭക്വയാം. അതിൻ്റെ വാക്കാർത്ഥം എന്താ? ഹേ ബാല, ആദികവിയാൽ, ആദികവി ആരാ? ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനാൽ 1000 വർഷങ്ങളുടെ അവസാനത്തിൽ, സംവത്സര സഹസ്രാന്തേന വാക്ക്. അപ്പോൾ 1000 വർഷങ്ങളുടെ അവസാനത്തിൽ തപസ്സുകൊണ്ട് ശുദ്ധമായ തപസ്സുകൊണ്ട് ശുദ്ധമായ ബുദ്ധിയാൽ പരമാത്മാവായ ഹരിയുടെ മാഹാത്മ്യം പൂർണ്ണമായി അറിയപ്പെട്ടുവോ? ചോദ്യമാണ്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ശ്രീഹരിയുടെ മാഹാത്മ്യം എന്നെപ്പോലെ ഉള്ളവർക്ക് അറിവാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സർവലോക സൃഷ്ടാവും ജ്ഞാനപ്രവർത്തകനുമായ ബ്രഹ്മാവും കൂടെ സഹസ്രം സംവത്സരം കഠിന തപസ് ചെയ്ത് ബുദ്ധിയെ പരിശുദ്ധയാക്കിയിട്ടും കൂടെ പരമാത്മസ്വരൂപനായ ശ്രീഹരിയുടെ മാഹാത്മ്യത്തെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വേണ്ടേ നമ്മൾ ഓരോ പട്ടം നമ്മുടെ പേരിനൊപ്പം വയ്ക്കുമ്പോൾ? ബ്രഹ്മശ്രീ, ഗാനഗോകുലം, പിന്നെന്താ പലതുണ്ട്. ഭാഗവത ഹംസം, ഭാഗവത രത്നം. ഈ ഇതിനർത്ഥം അറിഞ്ഞിട്ടല്ലല്ലോ. ഈ തൃതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഇതൊന്നും എഴുതാൻ പറ്റില്ല. അത് എൻ്റെ ഗുരുനാഥൻ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് പറഞ്ഞത്. എടാ ചെറുക്ക, നീയെ ശ്രീ പട്ടാമ്പി രാജഗോപാലൻ, ഭാഗവത ഭക്തദാസൻ പട്ടാമ്പി രാജഗോപാലൻ, അല്ലാണ്ട് നീ ബ്രഹ്മശ്രീ എന്നൊന്നും വെച്ച് പോരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ശരിയെന്നും പറഞ്ഞു. ഞാനത് 100-101% ഞാനത് എന്താണെന്നാ പറയുക, പ്രാക്ടീസ് ചെയ്യണു. എവിടെയും വെച്ചിട്ടില്ല, ഞാൻ ചെയ്യൂല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയത്. അപ്പോൾ പറഞ്ഞു, പരമാത്മസ്വരൂപനായ ശ്രീഹരിയുടെ മാഹാത്മ്യത്തെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. അതിനാൽ അസ്മാദൃശന്മാർക്ക് തികച്ചും അറിവാൻ സാധിക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല എന്നാ. അപ്പം ഇത് എഴുതിയിട്ടുള്ളത് ആരാ? വേദവ്യാസർ. അപ്പോൾ വേദവ്യാസർക്ക് അറിയില്ല. കുറേ ആൾക്കാർ കേരളത്തിൽ പല പട്ടങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം നാണിക്കും. എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഡെലിഗേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് പറയണത്. 39-ാമത്തെ ശ്ലോകം നോക്കുക. അതോ ഭഗവതോ മായിനാം അഭിമോഹിനി യൽ സ്വയം ച ആത്മവർമാത്മാ ന വേദ കിം മുദാ പരേ. അതോ ഭഗവതോ മായിനാം അഭിമോഹിനി യൽ സ്വയം ച ആത്മവർമാത്മാ ന വേദം കിം മുദാ പരേ. അതിനാൽ ഭഗവാന്റെ മായാശക്തിയുള്ളവരെയും മോഹിപ്പിക്കുന്നതാകുന്നു. എന്തുകൊണ്ടെന്നാൽ
പരമാത്മാവായ ശ്രീഹരിയും മായാവിസ്താരത്തെ അറിയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മാവ് വേദവ്യാസർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്. പരമാത്മാവായ ശ്രീഹരിയും മായാവിസ്താരത്തെ അറിയുന്നില്ല, മറ്റുള്ളവർ പറയണമോ? അതാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് ഗഹനത്തിൽ പറയുന്നുണ്ട് ഇവിടെ. എന്താ അത്? ആശ്ചര്യശക്തിയെ വഹിച്ചിരിക്കുന്ന ക്രിയാശക്തി അതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. ആശ്ചര്യശക്തിയെ വഹിച്ചിരിക്കുന്ന ബ്രഹ്മവാദികൾക്കും മോഹത്തെ ജനിപ്പിക്കുന്നതിന് മതിയായിരിക്കുന്നതാണ് ശ്രീ ഭഗവാന്റെ അപാരമായ പ്രഭാവം. സാക്ഷാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ മായാവിലാസത്തിൻ്റെ അവധി ഇത്രയാണെന്ന് അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവർ അറിയുന്നില്ലെന്ന് പറയണമോ? ഭഗവാൻ തന്നെ സ്വമായാവിലാസത്തെ അറിയുകയില്ലെങ്കിൽ സർവജ്ഞനെന്നുള്ള സ്ഥിതി ഭഗവാനുമില്ലല്ലോ എന്നുള്ള ശങ്കയുണ്ടാവാം. ഇതിന് സമാധാനം, ഒരു വസ്തു ഏതു വിധമായിരിക്കുന്നുവോ ആ വസ്തുവിനെ ആ നിലയിൽ അറിയുന്നതാണ് സർവജ്ഞത. സർവജ്ഞത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ യഥായോഗ്യം അറിയാന്നുള്ളതാണ്. അപരിച്ഛിന്നനായ ഭഗവാന്റെ അവധി ഇത്രയാണെന്നറിഞ്ഞാൽ അപരിച്ഛിന്നനെന്നുള്ള നില ഇല്ലാതെയായിപ്പോവും. പരിച്ഛിന്നനെന്ന് വന്നു. അപരിച്ഛിന്നനെ പരിച്ഛിന്നനായിട്ടറിഞ്ഞാൽ സർവജ്ഞതയ്ക്ക് കുറവ് സംഭവിച്ചു. അതുകൊണ്ട് സ്വത അപരിച്ഛിന്നനെ അപരിച്ഛിന്നനായിട്ട് തന്നെ ആരറിയുന്നുവോ? അപരിച്ഛിന്നൻ എന്ന് പറഞ്ഞാൽ പിരിക്കാൻ സാധിക്കാത്തവൻ. ആരറിയുന്നുവോ അവർക്ക് മാത്രമേ സർവജ്ഞത ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യസ്യാമതം തസ്യ മതം മതം യസ്യന വേദസ അവിജ്ഞാതം വിജാനാദാം വിജ്ഞാതം അവിജാനാദാം. ഒരു ടിക്ലിഷ് ഒരു അവിയലുമാതിരിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഉപനിഷത് വാക്യം കാണപ്പെടുന്നത്. ഇന്ന വിധമായിരിക്കുന്നുവെന്ന അഭിപ്രായം ആർക്കുണ്ടോ അവർ തത്വജ്ഞന്മാരല്ല. കാരണം ഏതു വിധത്തിലാവാം. അതാണ്. അറിഞ്ഞുവെന്ന് പറഞ്ഞാൽ അറിഞ്ഞവരല്ല. അറിയില്ല എന്ന് പറഞ്ഞാലോ? അതാ ശരി. അറിഞ്ഞില്ല എന്ന അഭിപ്രായമുള്ളവർ തന്നെ അറിഞ്ഞവർ. പ്രൊഫഷയോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞവർക്ക് അറിയും, അറിഞ്ഞു എന്ന് പറഞ്ഞവർക്ക് അറിയില്ല. അപ്പോൾ ഈ പട്ടം വെച്ചവർക്കൊന്നും അറിയില്ല എന്നർത്ഥം. ഞാനല്ല പറഞ്ഞത്. ഈ 39ാമത്തെ ശ്ലോകം പറയുമ്പോൾ അങ്ങനെ പറയാം. അഭിനവശുകൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അറിഞ്ഞില്ല എന്ന അഭിപ്രായമുള്ളവർ തന്നെ അറിഞ്ഞവർ. അറിവിന് വിഷയമാവാത്ത വസ്തുവിനെ അറിഞ്ഞുവെന്ന് പറയുമ്പോൾ ആ പരമാർത്ഥ വസ്തുവിനെ അറിഞ്ഞവരല്ല. അറിവ് തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മതത്വം അറിവിന് വിഷയമല്ലെന്ന് സാരം. അതാണ് എൻ്റെ ശരിക്കുള്ള സ്റ്റാൻഡേർഡ്. ഇനി ഈ 6ാമത്തെ അധ്യായത്തിലെ അവസാന ശ്ലോകം 40. യതോ അപ്രാപ്യ നിവർത്തന്തേ വാചശ്ച മനസാ സഹ അഹം ച അന്യ ഇമേ ദേവാൻ തസ്മൈ ഭഗവതേ നമഃ. യതോ അപ്രാപ്യ നിവർത്തന്തേ വാചശ്ച മനസാ സഹ അഹം ച അന്യ ഇമേ ദേവാൻ തസ്മൈ ഭഗവതേ നമഃ. വേദവാക്കുകളും ഞാനും അന്യന്മാരായ ദേവന്മാരും പ്രാപിക്കാതെ കണ്ട് മനസ്സോടുകൂടി യാതൊന്നിൽ നിന്ന് മടങ്ങുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതായത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും മനസ്സിലാവാൻ പറ്റില്ല. ആ ഭഗവാനെ നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഇങ്ങനെ ആരാലും അറിയപ്പെടാതിരിക്കാനുള്ള കാരണം വാക്കിനും മനസ്സിനും വിഷയമല്ല പരമാത്മവസ്തു എന്ന വാസ്തവം തന്നെ എന്നുള്ള സംഗതിയെ സൂചിപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിനായി കൊണ്ടുള്ള പ്രയത്നത്തിൽ നിന്ന് മടങ്ങിയിട്ട് ഭക്തിയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് നല്ലതെന്ന് ബോധിക്കുന്നു. ജ്ഞാനത്തിനായി കൊണ്ടുള്ള
പ്രയത്നത്തിൽ നിന്ന് മടങ്ങുക, എന്നിട്ടോ ഭക്തിയുടെ മാഹാത്മ്യത്തിലിരിക്കുക. അപ്പോൾ കുറേശ്ശെ മനസ്സിലാവും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? സർവജീവ ഗുഹാശയ, എല്ലാ ജീവന്മാരിലും ഇരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പട്ടം കെട്ടിയവരും കെട്ടാത്തവരൊക്കെ ഒന്നല്ലേ? അല്ല, എനിക്കറിയാനായിട്ട് ചോദിക്കുക. ഭാഗവത രത്നം എന്ന് എഴുതാൻ ആളും ഭാഗവത രത്നം എഴുതാത്ത ആളും എന്താ വ്യത്യാസം? പിന്നെ ഭാഗവത ഭക്തദാസ് എന്നുള്ളതിന് എന്താ മോശം? അപ്പോൾ നല്ലതെന്ന് ബോധിക്കുന്നു. വേദവാക്കുകളെയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയാത്ത വസ്തുക്കളെയും അറിവാൻ ശക്തിയുള്ള ഋഷികളായ ഞങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളായ ബ്രഹ്മാദിദേവന്മാരും യാതൊരുവൻ്റെ സ്വരൂപം, ഗുണം, ഐശ്വര്യം എന്നിവയെ പരിപൂർണമായി പറയുകയും അറിയുകയും ചെയ്യാതെ പറവാനുള്ള വാക്കുകളോടും അറിയുവാനുള്ള മനസ്സോടും കൂടെ യാതൊരുവനെ പ്രാപിക്കാതെ മടങ്ങുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. എല്ലാം അറിഞ്ഞവരുണ്ട് അല്ലേ? അങ്ങനെയുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ. ഇനി ആ 6-ാം അധ്യായം ഉപസംഹരിക്കുകയാണ്. എങ്ങനെ? യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ എന്നുള്ള ആപ്തവാക്യം ഉപനിഷത് വാക്യത്തെ വിശ്വസിച്ച് ഇത് ബുദ്ധിദ്വാര അറിയപ്പെടാവുന്നതല്ല എന്ന ധാരണയിൽ ഉറച്ച് ജ്ഞാനത്തിനായുള്ള നിർബന്ധത്തെ ഉപേക്ഷിച്ച് ശ്രവണകീർത്തന നമസ്കാരാദികളോടും കൂടിയ ഭക്തിമാർഗത്തെ ശരണം പ്രാപിക്കുന്നത് തന്നെ എളുപ്പമായ മാർഗം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ വിരാട് സർഗനിരൂപണം നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.